ഘടകങ്ങളായി മാറുകയും സംഭരിക്കപ്പെടുകയും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ കിഴങ്ങു വർഗ്ഗങ്ങളുടെ കേസിൽ, ധാന്യങ്ങളുടെ കേസിൽ ഇവയിലെ പ്രധാനപ്പെട്ട സമൃദ്ധ ആഹാരം എന്ന് പറയുന്നത് അന്നജം തന്നെയാണ്. ഒന്നുകൂടെ പറയുന്നു, ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടായി, ഗ്ലൂക്കോസിനെ അന്നജമാക്കി, അന്നജത്തിന് സുക്രോസ് ആക്കി, സുക്രോസ് ഫ്ലോയത്തിലൂടെ ട്രാവൽ ചെയ്തിട്ടു, എന്നിട്ട് വിവിധ ഭാഗങ്ങളിലെത്തി ആവശ്യമുള്ള രൂപത്തിൽ സംഭരിക്കപ്പെട്ടു. ഇതാണ് സസ്യശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പോഷണം എന്ന് പറയുന്നത് അന്നജമാണ്. ധാന്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് അന്നജമാണ്. എന്നാൽ പയറുവർഗത്തിൽപ്പെട്ട ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രോട്ടീനാണ്. അതായത് ഈ അന്നജം, ആദ്യമുണ്ടായ ഗ്ലൂക്കോസിൽ നിന്നുണ്ടായ അന്നജത്തെ സസ്യങ്ങൾ വിവിധ രൂപത്തിൽ സംഭരിക്കുന്നു. ചില സസ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും, ചിലതിൽ നിന്ന് അന്നജം കിട്ടും, ചിലതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൊഴുപ്പായിരിക്കും. ഫോർ എക്സാമ്പിൾ എണ്ണക്കുരുക്കൾ, പ്ലാന്റ്